ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ കണ്ടു. സിനിമ എന്നു വെച്ച് കഴിഞ്ഞാൽ ബോക്സിംഗ് പശ്ചാത്തലമാക്കി എടുത്തൊരു കോമഡി എന്റർടൈനർ അങ്ങനെ പറയാം ഈ സിനിമയെ കുറിച്ച്. ഖാലിദ് റഹ്മാനാണ് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി മേക്കിംഗ് ആണ് ഫിലിമിന്റെ. ഒരു 2.5 മണിക്കൂറാണ് ഈ ഫിലിം ഉള്ളത്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് തീരുന്നവരെ നമുക്ക് ആ ഒരു എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം എന്ന് തന്നെ പറയാം. ഒട്ടും ബോറടിക്കുന്നില്ല. കോമഡീസും ബോക്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അതുപോലെ തന്നെ എന്റർടൈനിങ്ങും ആണ് ഫിലിം. ഒരു ക്ലീഷേ ഫിലിം അല്ല. അത് ലാസ്റ്റ് ബോക്സിങ്ങിൽ വന്ന് അവസാനം നായകൻ ജയിക്കുന്നു, നായകന്റെ ഇടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനൊരു ക്ലീഷേ ഫിലിം അല്ല. ഇത് കറക്റ്റ് നോർമൽ സാധാരണക്കാരായ ആളുകൾ എങ്ങനെ ബോക്സിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അവരൊരു മാച്ചിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് വരുന്നത് അതും നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഖാലിദ് റഹ്മാന്റെ തല്ലുമാല ഫിലിം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫൈറ്റ്സ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിലെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നെസ്ലിൻ അടിപൊളിയായിട്ടാണ് ഈ ഫിലിമിൽ ജോജു എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കൊരു ടൈലർ മെയ്ഡ് റോൾ എന്ന് തന്നെ പറയാം. കറക്റ്റ് പുള്ളി അത് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കോമഡി ടൈമിങ്സും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ സീനുകളിൽ നമ്മുടെ വിന്റേജ് ദിലീപിന്റെ ഒരു ആക്ഷൻസ് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ തന്നെ നസ്ലിൻ പുള്ളിയുടെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഇവരുടെ ബോക്സിംഗ് കോച്ചായിട്ട് വരുന്ന ലുക്മാന്റെ ആണ്. ലുക്മാൻ അടിപൊളിയായിരുന്നു. ആ ഒരു റഫ്നെസ്സും ആ ഒരു സംഭവമൊക്കെ പുള്ളിയുടെ ക്യാരക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നെസ്ലിന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന കുറെ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളി പിള്ളേർ. അതിൽ നമ്മുടെ ബേബി ജീൻ ഉണ്ട്, പിന്നെ ഗണപതി, പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ അഭിനയിച്ച ഒരു പയ്യനുണ്ട് ചെറുതെന്ന് വിളിക്കുന്ന, പിന്നെ ഫാലിമിയിൽ അഭിനയിച്ച വലുതെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായ റോള് കൊടുത്തിട്ടുണ്ട് ഈ ഫിലിം. അതാണ് ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നായകന് മാത്രം സീനുകൾ അങ്ങനെയല്ല, എല്ലാവർക്കും നല്ല കറക്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മ്യൂസിക് ആണ്. വിഷ്ണു വിജയ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും BGM-ഉം പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട് ഈ ഫിലിമിൽ. പക്ഷെ അതൊന്നും നമുക്കൊരു ബോറടി ആയിട്ട് തോന്നില്ല. കാരണം ഫിലിമിലെ സീനുകളോട് അത് കറക്റ്റ് മാച്ച് ആയിട്ടാണ് സോങ്ങുകൾ പോകുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ്ങുകളൊക്കെയാണ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ BGM ഒക്കെ നല്ല രസമാണ്. കറക്റ്റ് ഒരു മീറ്റർ പിടിച്ചിട്ടാണ് BGM പോകുന്നത്. ബോക്സിംഗ് സീനുകളിൽ വരുമ്പോഴും എല്ലാം കോമഡി സീനുകളും കാര്യങ്ങളും എല്ലാം BGM ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്യാമറ വർക്കും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റിങ്ങും, ക്യാമറ വർക്ക്, ആ ബോക്സിംഗ് സീനുകളൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാണ് അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻഗേജ് ആയിട്ടാണ് ബോക്സിംഗ് സീനുകളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് എഡിറ്റിങ്ങും അതിന്റെ ചെയ്തിട്ടുണ്ട്. ജിംഷി ഖാലിദാണ് ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തത്. അതുപോലെ എഡിറ്റ് ചെയ്തത് നിഷാദ് യൂസഫാണ്. ഗംഭീര വർക്കുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് ആലപ്പുഴ ജിംഖാന. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫിലിം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.